അപ്പോ പി എം ശ്രീ പദ്ധതിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരൊറ്റ വ്യക്തിയും അതിന്റെ ആഴങ്ങളിലേക്ക് കടക്കുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അതില് നമ്മുടെ കുട്ടികൾക്കായിട്ട് മോദിജി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ രഹസ്യം ആരും ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ എതിർക്കുന്നവരോട് ഒരൊറ്റ കാര്യം, ചന്ദ്രനെയും ചൊക്ലിപ്പട്ടിയെയും ഓർമ്മയുണ്ടല്ലോ, അത്ര തന്നെ. നമസ്കാരം. ഈ പി എം ശ്രീ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയ ചർച്ചകളും വാദങ്ങളും എതിർവാദങ്ങളും എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അധ്യാപകരുടെ ആശങ്കകളും ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ പി എം ശ്രീ പദ്ധതിയിലൂടെ കുട്ടികളുടെ വിദ്യാഭ്യാസ ഘടനയിൽ എന്താണ് മാറ്റം വരുന്നത്, സിലബസിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരും എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്നത് സംഘപരിവാർ അജണ്ട നടപ്പിലാക്കും, സംഘപരിവാർ അജണ്ട നടപ്പിലാക്കും, കുട്ടികളിലേക്ക് സംഘപരിവാർ ആശയങ്ങൾ കുത്തിവെക്കും എന്നുള്ളതൊക്കെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അതാണോ സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. അതിൽ ആദ്യമേ തന്നെയുള്ള ഒരു സന്തോഷം എന്ന് പറയാവുന്നത്, ഇതുവരെയുള്ള കേന്ദ്രം ഭരിച്ചിട്ടുള്ള മന്ത്രിസഭകളൊന്നും ചെയ്യാത്ത ഒരു കാര്യം എന്ന് പറയാവുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ വിദേശ ശക്തികളും പണ്ടുകാലത്ത് അവികസിത രാജ്യങ്ങളിലേക്ക് എത്തിയിരുന്നത് ആ രാജ്യത്തെ കൊള്ളയടിക്കാൻ വേണ്ടി മാത്രമാണ്. അതേപോലെ തന്നെ നിരവധി വിദേശ ശക്തികൾ നമ്മളുടെ ഭാരതത്തിലും എത്തിയിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ അവിടെ കൊള്ള മാത്രമാണോ നടന്നത് എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മതപരമായിട്ടുള്ള ഒരു അജണ്ട നടപ്പിലാക്കുക എന്നുള്ള ഉദ്ദേശവും അവർക്കുണ്ടായിരുന്നു. മാത്രമല്ല, അവർ കൊള്ള നടത്താനല്ല വന്നത് എന്നുള്ള രീതിയിൽ ഒരു ചരിത്രം കൂടി എഴുതി വെച്ചുകൊണ്ടാണ് അവരെല്ലാ രാജ്യങ്ങളിൽ നിന്നും മടങ്ങിയിരിക്കുന്നത്. അതായത് നമ്മുടെ ഭാരതത്തിലെ ബ്രിട്ടീഷുകാർ എഴുതി വെച്ച ഒരു ചരിത്രം ഉണ്ടായിരുന്നു. അതിനുശേഷം 65 കൊല്ലം ഇന്ത്യയെ ഭരിച്ചു മുടിപ്പിച്ച നെഹ്റു കുടുംബം, അവരുടെ കുടുംബത്തിന് വേണ്ടി എഴുതി വെച്ച ഒരു ചരിത്രം കൂടിയുണ്ട്. അങ്ങനെ ബ്രിട്ടീഷ് നെഹ്റു ലിഖിത ചരിത്രമാണ് ഇന്നും നമ്മുടെ കുട്ടികൾ വിദ്യാലയങ്ങളിലൂടെ പഠിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നത്. ആ ഒരു ഘടനയിൽ മാറ്റം വരുത്തുക, ഭാരതത്തിന്റെ യഥാർത്ഥ ചരിത്രം നമ്മളുടെ കുട്ടികൾ പഠിച്ചു വളരുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിച്ചിരിക്കുന്ന ഒരേ ഒരു മന്ത്രിസഭ മോദിജിയുടെ മന്ത്രിസഭയാണ്. അതിന് ആർക്ക് വേണേലും സംഘപരിവാർ അജണ്ട എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കാം, അതിലൊന്നും ഒരു പ്രശ്നവുമില്ല. പക്ഷേ സത്യം എന്നായാലും മറ നീക്കി പുറത്തേക്ക് വരും. അതുപോലെ തന്നെ യഥാർത്ഥ ഭാരത ചരിത്രവും നമ്മളുടെ കുട്ടികൾ പഠിക്കും. ഇനി ഇതിനെ എതിർക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, പൂർണ്ണചന്ദ്രനെ നോക്കി ചൊക്ലിപ്പട്ടി കുരച്ചാൽ പട്ടി തളരും എന്നുള്ളതല്ലാതെ ചന്ദ്രൻ ഒന്നും സംഭവിക്കില്ല. ഇനി ക്ലാസ് ഘടന എന്ന് പറയുന്നത് നമുക്കൊന്ന് നോക്കാം. അതായത് ഇപ്പോൾ നിലവിലുള്ള ഒരു ക്ലാസ് ഘടന എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, LP, UP, HS, HSS, അതായത് ലോവർ പ്രൈമറി, അപ്പർ പ്രൈമറി, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ. അതിനെക്കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല. പുതിയതായിട്ട് വിഭാവനം ചെയ്തിരിക്കുന്ന ആ ഒരു ക്ലാസ് ഘടന എന്ന് പറയുന്നത് വയസ്സിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ് എന്നുള്ളതാണ് വളരെ പ്രധാനം. ഇത് സത്യത്തിൽ ഒരു വിദേശ സമ്പ്രദായമാണ് എന്നുള്ളത് കൂടി ഞാൻ പറയാം. അതിനെക്കുറിച്ച് ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. അതായത് ഇനി നമ്മളുടെ കുട്ടികൾക്ക് ലഭിക്കാൻ പോകുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള അന്താരാഷ്ട്ര ഘടനയിലുള്ള വിദ്യാഭ്യാസമാണ് എന്നുള്ളതാണ് സത്യാവസ്ഥ. അതായത് 3 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ പ്രീ സ്കൂൾ, LKG, UKG, 1ാം ക്ലാസ്, 2ാം ക്ലാസ് അതുവരെയുള്ള വിദ്യാഭ്യാസത്തെ ഫൗണ്ടേഷണൽ കോഴ്സ് എന്നാണ് പറയുന്നത്. അതിനുശേഷം പ്രിപ്പറേറ്ററി സ്കൂൾ എന്ന് പറയുന്ന വിഭാഗത്തിലേക്ക് കടക്കും. അതായത് 8 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും 3ാം ക്ലാസ്, 4ാം ക്ലാസ്, 5ാം ക്ലാസ് എന്ന് പറയുന്നതായിരിക്കും പ്രിപ്പറേറ്ററി എന്ന് പറയുന്നത്. അതിനുശേഷം മിഡിൽ ലെവൽ എഡ്യൂക്കേഷൻ ആയിരിക്കും 11 വയസ്സ് മുതൽ 13 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഒരു വിഭാഗം. അതായത് 6, 7, 8 ക്ലാസ്സുകൾ. അതിനുശേഷം 4 വർഷം സെക്കൻഡറി എഡ്യൂക്കേഷൻ ആയിരിക്കും 14 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസം. അതായത് 9, 10, 11, 12 ക്ലാസ്സുകൾ. ഇനി അടുത്തതായിട്ട് വിദേശ സമ്പ്രദായമായിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്യണമല്ലോ. ഇപ്പോ ലോകത്ത് നിലനിൽക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ, അതിൽ ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെട്ട ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം അതാണ് മോണ്ടിസോറി വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമ്പ്രദായം എന്ന് പറയുന്നത് ട്രഡീഷണൽ അല്ലെങ്കിൽ കൺവെൻഷണൽ എന്നൊക്കെ പറയാവുന്ന, അതായത് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ യൂസ് ചെയ്ത് പഠിക്കുന്ന ഒരു സമ്പ്രദായമാണ്. അതെന്ത് വേണേലും ആയിക്കോട്ടെ. പക്ഷേ ഇതൊരു നൂതന വിദ്യാഭ്യാസ സമ്പ്രദായമാണ്. ഇറ്റാലിയൻ ഫിസിഷ്യൻ ആയിരുന്ന ഡോക്ടർ മരിയ മോണ്ടിസോറിയാണ് ഈ വിദ്യാഭ്യാസ സമ്പ്രദായം ചിട്ടപ്പെടുത്തിയത്. അതിലൂടെ ഉദ്ദേശിക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, കുട്ടികൾ പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കുക, അവരെ കാര്യപ്രാപ്തി ഉള്ളവരാക്കി മാറ്റുക, അതായത് ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കി മാറ്റുക, അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകൾ പുറത്തേക്കെടുത്ത് അവനെ യോജിച്ച രീതിയിലുള്ള തൊഴിലുകളിലേക്ക് വഴിതിരിച്ചു വിടുക, അങ്ങനെ ഒരു പൗരനെ പ്രൊഡക്റ്റീവ് ആക്കി മാറ്റുക. ഇതാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്ന അതേ ഘടനയ്ക്ക് സമാനമായിട്ടുള്ള ഏജ് ഗ്രൂപ്പ് സംവിധാനമാണ് നമ്മുടെ പുതിയ കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് ജനിച്ചു വീഴുന്ന കുട്ടി മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾ, അത് മോണ്ടിസോറി സമ്പ്രദായത്തിലെ ഒരു ഏജ് ഗ്രൂപ്പാണ്. അതിന് ഇൻഫൻസ് അഥവാ ടോഡ്ലേഴ്സ് എന്നാണ് പറയുന്നത്. അടുത്തത് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾ,
ആ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിന് ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ എന്നാണ് പറയുന്നത്. ആ വിഭാഗത്തിൽ പെടുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരുക്കുന്ന ക്ലാസ് മുറികളെ ചിൽഡ്രൻസ് ഹൗസ് എന്നാണ് പറയുന്നത്. അതിനുശേഷം എലിമെന്ററി ലെവൽ, അതായത് 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾ, അത് വേണമെങ്കിൽ 6 മുതൽ 9 വരെയുള്ള കുട്ടികളെ ലോവർ എലിമെന്ററി എന്നും 9 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളെ അപ്പർ എലിമെന്ററി എന്നൊക്കെ തിരിക്കാം. അതിനുശേഷമാണ് അഡോളസൻ എന്ന് പറയുന്ന വിഭാഗം വരുന്നത്. അഡോളസൻ എന്ന് പറയുന്ന വിഭാഗം 12 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഒരു ഏജ് ഗ്രൂപ്പാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഡോക്ടർ മരിയ മോണ്ടിസോറി എന്ന് പറയുന്ന ഫിസിഷ്യൻ വർഷങ്ങൾ കൊണ്ട് നിരവധി പരീക്ഷണങ്ങളിലൂടെയും നിരവധി കുട്ടികളെ നിരന്തരമായി നിരീക്ഷിച്ചതിന്റെയും അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയെടുത്ത അല്ലെങ്കിൽ ചിട്ടപ്പെടുത്തിയ ഒരു ഏജ് ഗ്രൂപ്പ് സംവിധാനത്തിന് സമാനമായിട്ടുള്ള ഒരു ഏജ് ഗ്രൂപ്പ് സംവിധാനമാണ് ഇനി ഭാവിയിൽ നമ്മളുടെ ഭാരതത്തിലെ കുട്ടികളും പിന്തുടരാൻ പോകുന്നത് എന്നുള്ളത് വളരെ നല്ല കാര്യം തന്നെയാണ്. ഇനി ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഒരു വ്യക്തി കൂടിയുണ്ട്, ശ്രീ രവീന്ദ്രനാഥ ടാഗോർ. അദ്ദേഹം വിദേശത്ത് പോയി മോണ്ടിസോറി വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ച് പഠിച്ച് ഇന്ത്യയിൽ തിരിച്ചെത്തി നിരവധി മോണ്ടിസോറി സ്കൂളുകൾ ബംഗാളിലും മറ്റും സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഞാൻ ഈ പറഞ്ഞ ഡോക്ടർ മരിയ മോണ്ടിസോറിയും നമ്മളുടെ ഭാരതം സന്ദർശിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം 65 കൊല്ലം ഇന്ത്യ ഭരിച്ചത് ഒരു കുടുംബമായിരുന്നല്ലോ. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരിക്കലും ഭാരതത്തിന്റെ ഉന്നതിയോ ഭാരതത്തിലെ പൗരന്മാരുടെ ഉന്നതിയോ ആയിരുന്നില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൊന്നും അവർക്ക് ശ്രദ്ധയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ സ്വീകരിക്കാനും അവർ തയ്യാറായിരുന്നില്ല. ഏതായാലും വൈകിയാണെങ്കിലും മോദിജിയിലൂടെ ഈ അന്താരാഷ്ട്ര വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് ഭാരതവും മാറുന്നു എന്നുള്ളതിന് നമുക്ക് ആശ്വസിക്കാം. പിന്നെ കേരളത്തിലെ മന്ത്രിമാരോട്, വിദേശ സമ്പ്രദായം പഠിക്കാൻ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിമാരും പലപ്പോഴായിട്ട് വിദേശങ്ങളിലേക്ക് പോയിട്ടുണ്ടല്ലോ, അതായത് വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ എന്ത് പഠിച്ചു, അതിലെ നല്ല വശങ്ങൾ എന്തൊക്കെ നടപ്പിലാക്കി എന്നുള്ളത് കൂടി ഒന്ന് പറയാൻ ധൈര്യമുണ്ടോ? ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ അത് കോൺഗ്രസിന്റെ ആണെങ്കിലും കമ്മ്യൂണിസ്റ്റിന്റെ ആണെങ്കിലും വട്ടപൂജ്യമായിരിക്കും.